ഹായ്, വെൽക്കം ടു ഡിക്ലട്ടറിങ് മൈസെൽഫ്. അപ്പം നമ്മുടെ മന്ത്രിസഭയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടല്ലേ, സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മന്ത്രിസഭ രൂപീകരിച്ച് കഴിയുമ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാമെന്ന്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ PSCക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് മന്ത്രിമാരുടെ വകുപ്പുകൾ, അവരുടെ മണ്ഡലങ്ങൾ, പിന്നെ കുറച്ച് അല്ലാത്ത ഫാക്ട്സ്, അതായത് PSCക്ക് വേണ്ടുന്ന കുറച്ച് ഫാക്ട്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആൻഡ് ഇത് നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് കോഡും കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം നമ്മൾ മന്ത്രിമാരുടെ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് PSC ഫാക്ട്സ് പഠിക്കാനായിട്ടുണ്ട്. അതായത് ആരാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണറാണ് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററെയും മറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ആൻഡ് ഈ ഒരു കാര്യം പറയുമ്പം ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ കേരള ഗവർണർ ആരാന്നുള്ളത്. രാജേന്ദ്ര ആർലേക്കറാണ് നമ്മുടെ കേരള ഗവർണർ. ആൻഡ് ഗവർണറാണ് ചീഫ് മിനിസ്റ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് മിനിസ്റ്റേഴ്സിനെ ചീഫ് മിനിസ്റ്ററിൻ്റെ അഡ്വൈസോടെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഗവർണർ തന്നെയാണ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 163. ഈ ഒരു ഫാക്ട്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ കേരള മിനിസ്ട്രിയിൽ എത്ര മിനിസ്റ്റേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് എത്ര മിനിസ്റ്റേഴ്സ് ആവാം എന്നുള്ളത്. 21 മിനിസ്റ്റേഴ്സ് ആവാം, ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്ററാണത്. അതുപോലെ നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്ട്രെങ്ത് ഓർത്തിരിക്കുക 140 ഒരു മിനിസ്റ്റർ ആവാനുള്ള മിനിമം ഏജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 വയസ്സാണ്. കാരണം നമ്മൾ MLA ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ആളാണ് മിനിസ്റ്റർ ആവുന്നത്. അപ്പോൾ 25 വയസ്സാണ്. ആൻഡ് മിനിസ്റ്റേഴ്സിന് ഈ ഒരു ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഗവർണറാണ്. അതുപോലെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, അതായത് MLA അല്ലാത്ത ഒരു വ്യക്തിക്ക് മിനിസ്റ്റർ ആവാൻ പറ്റുമോ എന്നുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അത് പറ്റത്തില്ലെന്ന് തോന്നും, പക്ഷേ ഉത്തരം എസ് എന്നാണ്. ഇങ്ങനെ ഒരു വ്യക്തി, അതായത് MLA അല്ലാത്തൊരു വ്യക്തി മന്ത്രിയാവുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒരു MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മതിയാവും കേട്ടോ. ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുത്താൽ മതിയാവും. ഇത് നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയുണ്ടല്ലോ, നിവിൻ പോളിയുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നിവിൻ പോളിയുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന അച്ഛൻ മരിക്കുമ്പം ഈ പൊളിറ്റിക്സിലേ ഇല്ലാതിരുന്ന നിവിൻ പോളിയാണ് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, മിനിസ്റ്ററി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മിനിസ്റ്ററോ ഒക്കെ ആവാം, പക്ഷേ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെടണം എന്നൊരു ക്ലോസ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് PSCക്ക്, ഞാൻ ലാസ്റ്റ് പറഞ്ഞ MLA ആവാതെ മന്ത്രിയാവാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, എസ്പെഷ്യലി സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നമുക്ക് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ CM, ചീഫ് മിനിസ്റ്റർ ആരാണ്, എല്ലാവർക്കും അറിയാമല്ലോ, അതിലാർക്കും ഡൗട്ട് കാണത്തില്ല. VD സതീശനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്നും കൂടി ഓർത്തിരിക്കണം, കാരണം അദ്ദേഹം കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. ഈ ഒരു ഓർഡിനറി നമ്പറൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ, സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണേ, 24ാമത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അപ്പം ആദ്യം തന്നെ നമുക്ക് CMൻ്റെ കാര്യം നോക്കാം. VD സതീശൻ, അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ധനം, നികുതി, നിയമം, തുറമുഖം, പൊതുഭരണം. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടേതായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം: ധനം, നികുതി, നിയമം, തുറമുഖം, പൊതുഭരണം. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പാണല്ലോ ധനം. ഈ ധനവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മൾ ടാക്സ്, നികുതിയൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ തുറമുഖത്തിൻ്റെ പ്രസക്തി നമുക്കറിയാമല്ലോ, വിഴിഞ്ഞ. അപ്പോൾ പിന്നെ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള പൊതുഭരണം, പിന്നെ അതുപോലെ തന്നെ നിയമം, അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ഈ ഒരു മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട മിക്ക വകുപ്പുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അടുത്തത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ആഭ്യന്തരവും വിജിലൻസും. അപ്പം ആഭ്യന്തര വകുപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരം ഇവരുടെ ഇടയിൽ ഉണ്ടായത് നമ്മൾ മീഡിയ വഴിയൊക്കെ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ആഭ്യന്തരവും വിജിലൻസും ഇദ്ദേഹത്തിനെയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാലോ, രമേശ് ചെന്നിത്തല എന്നല്ലേ. തല എന്ന് വെച്ചാൽ ബ്രെയിൻ എന്നൊക്കെ നമുക്ക് എടുക്കാം. അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള 2 വകുപ്പുകൾ, ആഭ്യന്തരവും വിജിലൻസും തലയ്ക്ക് തന്നെ കൊടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് K മുരളീധരനാണ്. K കരുണാകരൻ്റെ മകനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്നാണ് ജയിച്ച് മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ആരോഗ്യവും അതുപോലെ തന്നെ ദേവസ്വം.
അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയേ, മുരളീധരൻ എന്നല്ലേ. മുരളീധരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ഭഗവാനാണ്, അല്ലെ ദൈവമാണ്. അപ്പം ഈ ദൈവത്തോടല്ലേ നമ്മൾ നല്ല ആരോഗ്യമൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ദൈവത്തോട് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കെ മുരളീധരൻ ആരോഗ്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ എന്നാണല്ലോ അല്ലേ. അപ്പം ദേവസ്വം അപ്പം കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കുക, മുരളീധരനാണ്. അടുത്ത ആൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്, മലപ്പുറം മണ്ഡലത്തിൽ നിന്ന്. ആൻഡ് നമുക്കറിയാമല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ജനിച്ചു വീഴുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയും നെറ്റിൻ്റെയൊക്കെ മുന്നിലോട്ടാണല്ലോ, ഇൻ്റർനെറ്റിൻ്റെയൊക്കെ മുന്നിലോട്ടാണ്. അപ്പോൾ IT മേഖല അവർക്ക് വളരെ സുപരിചിതമാണ്. അവർ ജനിച്ചു വീഴുന്നത് IT-യിലോട്ടാണ്. അങ്ങനെ ഈ IT ഒക്കെ പഠിച്ച് വലിയ വ്യവസായികളാവണമെന്നാണല്ലേ ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. കുഞ്ഞുങ്ങൾക്ക് IT ഒക്കെ പഠിച്ച് വ്യവസായികളാവണമെന്നാണ് ആഗ്രഹം. നമുക്കിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വ്യവസായം IT മറക്കരുത് കേട്ടോ. നമ്മുടെ മോനൊക്കെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വന്ന് കളിക്കാൻ പോകുമല്ലേ, ഗ്രൗണ്ടിലൊക്കെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോയിട്ട് വരും. എന്നിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമാണ്. കളിച്ച് ആ ഒരു ക്ഷീണത്തിൽ വന്നിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ ഒറ്റയടിക്ക് കുടിച്ച് തീർക്കാറില്ലേ. അപ്പം അത് വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്തുകൂടെ. നമ്മുടെ കടുത്തുരുത്തി എന്നുള്ള മന്ത്രി നമ്മുടെ മോൻസ് ജോസഫ് ജലവിഭവം വെള്ളം കുടിച്ച് തീർക്കുന്ന ആരും ഓർത്താൽ മതി കേട്ടോ. നമ്മുടെ അടുത്ത മന്ത്രി ഷിബു ബേബി ജോണാണ്, ചവറ മണ്ഡലത്തിൽ നിന്നാണ്. അപ്പം ഷിബു ബേബി ജോൺ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു ബേബി ഉണ്ടല്ലേ, ബേബി കുഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ബേബീസിന് നമ്മൾ കൊച്ചിലെ കഥ പറഞ്ഞു കൊടുക്കത്തില്ലേ, നമ്മൾ വന്യജീവികളുടെ കഥ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ലേ. ഒരിടത്ത് ഒരു സിംഹം ഉണ്ടായിരുന്നു, സിംഹം കാട്ടിലെ രാജാവാണെന്നൊക്കെ പറഞ്ഞ് വനവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ നമ്മൾ ബേബികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ. അപ്പം ഷിബു ബേബി ജോണിൻ്റെ ഒരു വകുപ്പാണ് വനം. അതുപോലെ നമ്മൾ ബേബീസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ വികസനത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമല്ലേ. അപ്പം എന്ത് തരത്തിലുള്ള വികസനത്തിലാണ്? അവരുടെ ഈ നൈപുണ്യ വികസനം, അതിലൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുമല്ലേ. അപ്പം ഷിബു ബേബി ജോണിൻ്റെ വകുപ്പുകളാണ് വനവും നൈപുണ്യ വികസനവും. അടുത്തത് OJ ജെനീഷാണ്, കൊടുങ്ങല്ലൂർ മണ്ഡലം. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് നോക്കി, ജെനീഷ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ജെൻസി ഫീലില്ലേ. അപ്പം യുവജനങ്ങൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വകുപ്പാണ് യുവജനക്ഷേമം. അത് നമുക്കറിയാം, യുവജനങ്ങളാണല്ലോ എപ്പോഴും സ്പോർട്സിൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ കായികം, സ്പോർട്സും ഇദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ OJ ജെനീഷിൻ്റെ വകുപ്പുകളാണ് യുവജനക്ഷേമവും സ്പോർട്സും. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തത് CP ജോണാണ്, തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ ഈ ജോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൺ എന്ന് ഓർത്തൂടെ, ജോൺ ഹോൺ. അപ്പോൾ ഈ ഹോൺ എന്തിനാണ്? വണ്ടികൾക്കാണല്ലോ. അപ്പം ഗതാഗതമാണ് CP ജോണിൻ്റെ വകുപ്പ്, മറക്കരുത്, ഗതാഗതം CP ജോൺ. അടുത്തത് N ഷംസുദ്ദീനാണ്, മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ച് മന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഷംസുദ്ദീൻ നമുക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ അല്പസ്വല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർക്ക് അത് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ആദ്യത്തെ ദോശയുടെ വേണോ, മറ്റേ വേണോ, ഇദ്ദീൻ എന്ന് പറയുമ്പം ഇദ്ദ വേണോ, വെറും വേണോ, ഇനി തിരിച്ച് വേണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരാം. അപ്പം കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന പേരാണ് ഈ ഒരു ഷംസുദ്ദീനല്ലേ. അപ്പം N ഷംസുദ്ദീൻ്റെ വകുപ്പാണ് വിദ്യാഭ്യാസം, മറക്കരുത്, വിദ്യാഭ്യാസം N ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് PC വിഷ്ണുനാഥാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കുണ്ടറയാണ്. ത്തിൻ്റെയും പേരിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ വിഷ്ണുനാഥ് എന്നൊക്കെ പറയുമ്പം ഈ നാഥ് ചേർത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കേദാർനാഥ്, പിന്നെ അതുപോലെ തന്നെ ബദ്രിനാഥ്, അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളില്ലേ. അപ്പോൾ ആ ക്ഷേത്രങ്ങളുടെ ഒരു പ്രാധാന്യം, അത് വെറും ക്ഷേത്രങ്ങൾ എന്നുള്ള രീതി മാത്രമാണ് പ്രാധാന്യമുള്ളതല്ല, അതിൻ്റെ സാംസ്കാരികമായിട്ടല്ലേ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലേ. അപ്പം അങ്ങനെ ഓർത്തു വെക്കുക, PC വിഷ്ണുനാഥ് സാംസ്കാരികം. അതുപോലെ തന്നെ നമ്മൾ ഈ കേദാർനാഥിലും ബദ്രിനാഥിലും ഒക്കെ നമ്മൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോകാറില്ലേ. അപ്പം അത് ടൂറിസം രീതിയിൽ കൂടെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരികം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, ബദ്രിനാഥ് എന്ന് പറയുന്നൊരു സിനിമയുണ്ടല്ലോ, അല്ലു അർജുൻ്റെ സിനിമയാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ബദ്രിനാഥ് എന്ന് പറയുന്ന സിനിമ അങ്ങനെയും കണക്ട് ചെയ്യുക, സിനിമയും PC വിഷ്ണുനാഥ് തന്നെയാണ്. നിങ്ങൾ തന്നെ നോക്കി, എന്ത് എളുപ്പമാണല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ പേരിൽ നിന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വകുപ്പൊക്കെ കണ്ടുപിടിച്ചു. വിഷ്ണുനാഥ്, നിങ്ങൾ കേദാർനാഥോ ബദ്രിനാഥോ ഓർക്കുക, ടൂറിസം, സാംസ്കാരികം, പിന്നെ ബദ്രിനാഥ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ PC വിഷ്ണുനാഥിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസവും സാംസ്കാരികവും സിനിമയും. അടുത്തത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന് പറയുന്നത്. അപ്പോൾ ജോജി, റോജി എന്ന് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ റോജി M ജോൺ, നമ്മുടെ അങ്കമാലി എന്നുള്ള മന്ത്രി, നമ്മുടെ റോജി M ജോൺ.
ഞാൻ എന്തിനാണ് ഈ ഒരു സിനിമ വെച്ച് ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ പറഞ്ഞത്, ജസ്റ്റ് അത് ജോജി റോജി എന്നുള്ള ഒരു പേരിൻ്റെ ഒരു പ്രാസം കൊണ്ട് മാത്രമല്ല, ആ സിനിമയുടെ കഥ, അതായത് തൊഴിലില്ലാതെ, അതായത് നല്ല വിദ്യാഭ്യാസമുള്ളൊരു ചെറുപ്പക്കാരൻ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന, ആ തൊഴിലിന് വേണ്ടി, തൊഴിൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കള്ളത്തരങ്ങളൊക്കെയാണ് സിനിമ. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നല്ലൊരു സിനിമയാണ്. അപ്പം അതിൽ ആ ഒരു പേര് അത് തന്നെ, അതായത് എന്തിനു, അതുമാത്രമല്ല എങ്ങനെയുള്ള ഒരാളാണ് ചെറുപ്പക്കാരൻ, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടിയാണല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ റോജിയുടെയും വകുപ്പുകൾ, റോജി എം ജോണിൻ്റെ. അപ്പോൾ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസമാണ് കേട്ടോ. മലപ്പുറം ഹാജി മഹാന ജോജി എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് തന്നെ നമുക്കിതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ജോജി പകരം ഇവിടെ റോജി, അതുപോലെ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസം, മറക്കല്ലേ. അടുത്തത് നമ്മുടെ സ്ത്രീയായിട്ടുള്ള അല്ലെങ്കിൽ വനിതയായിട്ടുള്ള മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. ബിന്ദു കൃഷ്ണ ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ അവരുടെ വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും? ഓഫ് കോഴ്സ് വനിതയും ശിശുക്ഷേമവും ആയിരിക്കും. വനിതാക്ഷേമം, ശിശുക്ഷേമം. അതോടൊപ്പം തന്നെ തൊഴിലും. അടുത്തത് നമ്മുടെ എം ലിജു ആണ്. കായംകുളമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അദ്ദേഹത്തിൻ്റെ പേര് നോക്കി, ലിജു, LI, ലീ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന സാധനം ഉണ്ടല്ലോ, എന്താണത്? ലിക്കറല്ലേ. ഇപ്പോൾ ലിക്കറുമായിട്ട് റിലേറ്റ് ചെയ്ത വകുപ്പ് ഏതാണ്? എക്സൈസ്. അപ്പം ലിക്കർ, എക്സൈസ്, അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. എം ലിജുവിൻ്റെ വകുപ്പാണ് എക്സൈസ്. അടുത്തത് കെ തുളസിയാണ്. കോങ്ങാട് മണ്ഡലം. നമ്മുടെ രണ്ടാമത്തെ വനിതാ മന്ത്രിയാണ് നമ്മുടെ മന്ത്രിസഭയിൽ. അപ്പം ആ ഒരു പേര് തന്നെ നമുക്ക് നോക്കാം, തുളസി അല്ലേ. നമുക്കറിയാം തുളസി ചെടി, നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഉള്ള ഒരു ചെടിയായിരുന്നു തുളസി ചെടി. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ തുളസി ചെടി ഇപ്പം വയ്ക്കുന്ന വീടുകളിലൊക്കെ കുറവാണല്ലേ. അപ്പം കുറച്ച് പിന്നോട്ട് പോയല്ലേ, അതിനെ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നട്ടു വളർത്തുന്നത് കുറച്ച് പിന്നോട്ട് പോയി. അപ്പം തുളസി പിന്നാക്കക്ഷേമമാണ് കേട്ടോ, പിന്നാക്കക്ഷേമ വകുപ്പാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അടുത്ത മന്ത്രി അനൂപ് ജേക്കബാണ്, പിറവം മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തെ പ്രത്യേകത എന്താ? അവിടെ നമുക്ക് വേണ്ടുന്ന എല്ലാം കിട്ടുമല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ആഹാരം, നമുക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ, മണ്ണെണ്ണ, റേഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഫുഡും സിവിൽ സപ്ലൈസും അല്ലേ, അതാണ് സ്വർഗ്ഗരാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പം അനൂപ് ജേക്കബ്, ഫുഡ്, സിവിൽ സപ്ലൈസ്. നെക്സ്റ്റ് KM ഷാജിയാണ്. അഴീക്കോടാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അപ്പോൾ ഷാജി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഓർമ്മ വരുന്നൊരു പേരാണ് ഷാജി പാപ്പൻ്റെ. ഭയങ്കര വൈറലാണല്ലേ ഷാജി പാപ്പൻ. അപ്പോൾ ഈ ഷാജി പാപ്പൻ എന്ന് പറയുമ്പം ആട് 3 നിങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ആട് 3 നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കാലവും പഴയ കാലവും ഒക്കെ കാണിക്കുന്നില്ല. അപ്പം ഭയങ്കര ലോക്കലായിട്ട് നടന്ന ഷാജി പാപ്പൻ ആ ആട് 3 ആയപ്പോഴത്തേനും എന്താണ്, പഴയ ഒരു രാജ്യത്തെ രാജാവായിരുന്നു, ഗവർണൻസ് നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നല്ലേ. അപ്പോൾ എന്താണ്, ലോക്കലായിട്ട് നടന്നിരുന്ന നമ്മുടെ ഷാജി പാപ്പൻ ഗവർണൻസ് ഒക്കെ നടത്തിയൊരു വ്യക്തിയായിരുന്നു അല്ലേ. അപ്പം KM ഷാജി, ലോക്കൽ സെൽഫ് ഗവർണൻസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് KM ഷാജി, ലോക്കൽ സെൽഫ് ഗവർണൻസ്? പിന്നെ ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് പറയുന്നെങ്കിലും ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാതെ ഇതൊന്നും ഒട്ടും ഒഫൻഡഡ് ആയിട്ട് എടുക്കരുത് കേട്ടോ. വളരെ എന്താണ്, നമുക്കൊരു തമാശ രീതിയിൽ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പായിട്ട് മാത്രം ഇതിനെ കാണണം കേട്ടോ. അടുത്തത് ഏറനാട് എന്നുള്ള മന്ത്രിയാണ് PK ബഷീർ. അപ്പം ബഷീർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ ഇല്ലേ. അപ്പം ആ ബഷീർ എന്താ ചെയ്തത്, നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ എഴുതി, അതായത് പബ്ലിക് വർക്ക് PK ബഷീർ, പബ്ലിക് വർക്ക് PK ബഷീർ, മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് സിദ്ദിഖാണ്, കൽപ്പറ്റ മണ്ഡലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം, സിദ്ദിഖ്. അപ്പം സിദ്ദിഖ് അങ്ങനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ കൃഷിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ വരിയായിട്ട് നമ്മൾ നടത്തില്ലേ, ആയിട്ട് നടത്തില്ല, വരിയായിട്ട്. അപ്പം നല്ല ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് ഒരു സിദ്ധിയാണ് എന്നാലോചിച്ച് നോക്കുക. ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് നല്ലൊരു സിദ്ധിയാണെന്ന് ആലോചിക്കുക. അപ്പം സിദ്ദിഖിൻ്റെ വകുപ്പ് എന്താണ്? അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി. അപ്പം സിദ്ദിഖ് അഗ്രികൾച്ചർ, മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ വീട്ടിലൊക്കെ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഫിഷൊക്കെ വാങ്ങിക്കുമ്പം അതിൻ്റെ ഓരോ പീസ് ഓരോരുത്തർക്ക് വേണമെന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ വഴക്കുണ്ടാക്കാറില്ല. അതായത് അതിൻ്റെ തല പോർഷൻ ഒരാൾക്ക് വേണം, അതിൻ്റെ മിഡിൽ പോർഷൻ ഒരാൾക്ക് വേണം, അതിൻ്റെ വാലിൻ്റെ പോർഷൻ ഒരാൾക്ക് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാവാറില്ലേ. പക്ഷെ നമ്മളങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മളത് ഈക്വലായിട്ട് വേണ്ട എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി, നമ്മുടെ സാമൂഹ്യ നീതിപരമായിട്ട് ചെയ്യുമ്പം നമുക്ക് ഈക്വലായിട്ട് വേണ്ട എല്ലാവർക്കും കൊടുക്കാൻ. അപ്പോൾ ഈ ഫിഷ് സാമൂഹ്യ നീതിപരമായിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അബ്ദു ഡള്ളാവും നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പം അടുത്ത മന്ത്രിയും വകുപ്പും കിട്ടും. അതായത് VE അബ്ദുൽ ഗഫൂർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കളമശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ഫിഷറീസും സോഷ്യലിസസും. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിഷ് സാമൂഹ്യ നീതിപരമായിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അബ്ദു ഡള്ളാവുമെന്ന് ആലോചിച്ച് വെക്കുക. അപ്പം VE അബ്ദുൽ ഗഫൂർ ഏതൊക്കെ വകുപ്പുകളാണ്? ഫിഷറീസും സോഷ്യൽ ജസ്റ്റിസും.
അടുത്തത് വണ്ടൂരിൽ നിന്നുള്ള AP അനിൽകുമാറാണ്. അദ്ദേഹം അനിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അനിൽ അംബാനിയൊക്കെ ഓർക്കാമല്ലോ അല്ലേ. അപ്പം അനിൽ അംബാനിയുടെ കയ്യിൽ നല്ല റവന്യൂ ഉണ്ട്. അപ്പോൾ റവന്യൂ ആണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്. അടുത്തത് സണ്ണി ജോസഫാണ്, പേരാവൂർ മണ്ഡലം. സണ്ണി ജോസഫ് എന്ന് പറയുമ്പോൾ എന്താണ്, സണ്ണി സൂര്യൻ അല്ലേ. സൂര്യനിൽ നിന്നാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, വൈദ്യുതി അല്ലെങ്കിൽ പവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പവർ ഇൻ്റെ മിനിസ്റ്റർ അല്ലെങ്കിൽ വൈദ്യുതി മിനിസ്റ്ററാണ് നമ്മുടെ സണ്ണി ജോസഫ്. ഇതുവരെ നമ്മൾ നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകൾ അതുപോലെ തന്നെ അവരുടെ മണ്ഡലങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കൂടെ ഉണ്ട് നമുക്ക് PSC ചോദിക്കാൻ സാധ്യതയുള്ളത്. അതും കൂടെ നോക്കാം. അതായത് നമ്മുടെ സ്പീക്കർ ആരാണെന്നുള്ളത്. സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പം അദ്ദേഹം മുൻ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആണല്ലേ. അപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. മറക്കരുത്, ഷാനിമോൾ ഉസ്മാൻ. നമ്മുടെ UDFൽ ജയിച്ച മറ്റൊരു വനിതാ MLA ആണ് ഷാനിമോൾ ഉസ്മാൻ, ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതുപോലെ തന്നെ ചീഫ് വിപ്പാണ് അപ്പു ജോൺ ജോസഫ്. ഈ ചീഫ് വിപ്പ് എന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് എന്താണ് എന്നൊരു സംശയം തോന്നാം. അപ്പോൾ ഈ ഒരു ചീഫ് വിപ്പ് എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ആ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആ ഒരു മീറ്റിംഗ് ഒക്കെ കൂടുന്ന സമയത്ത് അവിടുത്തെ ഒരു ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പം പാർട്ടി മെമ്പേഴ്സൊക്കെ അല്ലെങ്കിൽ MLAs ഒക്കെ ഇത് അറ്റൻഡ് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ചീഫ് വിപ്പ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ നമ്മുടെ പ്രോ ടേം സ്പീക്കർ അത് G സുധാകരനാണ്. അപ്പം നമ്മുടെ സീനിയർ മോസ്റ്റ് മെമ്പറാണ്, MLA ആവുന്ന സീനിയർ മോസ്റ്റ് മെമ്പറാണ്. എന്താണ് പ്രോട്ടീം സ്പീക്കർ ആവുന്നപ്പോൾ അദ്ദേഹമാണ് പ്രോട്ടീം സ്പീക്കർ. പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ CM ആയിട്ടുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ഈ ഫാക്ട്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം നമ്മൾ കോഡിലൂടെ തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചത്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഈ കോഡൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. CP ജോൺ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. CP ജോൺ ഗതാഗതമാണ്. അപ്പോൾ ജോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൺ ഓർമ്മ വരണം. ഹോൺ വണ്ടിയായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അങ്ങനെ ഗതാഗതമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. നമ്മുടെ ബിന്ദു കൃഷ്ണ ഏത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? വനിതാ മന്ത്രി ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വനിതയാണ്, വനിതാക്ഷേമം അതുപോലെ തന്നെ ശിശുക്ഷേമം ഒക്കെയാണല്ലേ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സും അതുപോലെ കോഡിലൂടെ പഠിച്ചതുമൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സജഷനോ അങ്ങനെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഇപ്പോൾ ഒരു തവണ കേട്ടെങ്കിലും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് വീണ്ടും നാളെ ഒന്നുകൂടെ ഈ ഒരു വീഡിയോ കാണുക. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഈ വീഡിയോ കാണുക. 30 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ നമ്മുടെ റിവിഷൻ മെത്തേഡ് അനുസരിച്ച് ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീണ്ടും കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു തവണയും കൂടെ ഒന്ന് കണ്ടിട്ട് ഈ ഒരു കോഡും കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നോട്ട് നിങ്ങൾ വീണ്ടും ഇതുപോലെ 7 ദിവസം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്താൽ മതിയാവും. അപ്പം എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.